MLA ലവ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് MLAനെ എന്തിനാണ് ഷൂട്ട് ചെയ്തതെന്നുള്ളത് നമുക്ക് ഈ പാട്ടിൽ കാണാം. നീ ചാകുന്നതിന് മുമ്പ് ഞാൻ എന്തിനാണ് നിന്നെ ഷൂട്ട് ചെയ്തതെന്നുള്ള സത്യം നിനക്ക് മനസ്സിലാകണമല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. നമ്മുടെ ഹീറോ ലവ് ഫെയിലിയറിൽ ഇരുന്ന സമയത്ത് ഫ്ലൈ ഓവറിൽ നിന്ന് താഴെ ചാടി മരിക്കാമെന്ന് വിചാരിക്കുന്നു. ആ സമയത്താണ് ലവ് യു എന്നുള്ള ഒരു ഒച്ച കേൾക്കുന്നു. ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഹീറോ അതിലെ ഓടിച്ചെന്നപ്പോ ആ പെണ്ണ് ബസ്സിൽ കയറുന്നത് അവൻ കാണുന്നു. ഹീറോയും ചാടി ആ ബസ്സിൽ കയറിയിട്ട് ആ പെണ്ണിനോട് ചെന്ന് ചോദിക്കുന്നു. അന്നേരം ആ പെണ്ണ്, ഞാൻ നിന്നെ ലവ് ഒന്നും ചെയ്യുവല്ല, നീ താഴെ ചാടി മരിക്കാൻ പോകുന്നത് കണ്ടിട്ട് നിന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നു. എന്നിട്ട് ഹീറോ അവളോട് ലവ് പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷെ ആ പെണ്ണ് പറയുന്നു, ഞാൻ ഓൾറെഡി എൻഗേജ്ഡ് ആണ്, അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലെന്ന്. അടുത്ത ദിവസം പുറകെ ചെന്നിട്ട് നീ ഇല്ലെങ്കിൽ ഞാൻ ഈ ട്രെയിനിൽ നിന്ന് ചാടുമെന്ന് പറയുന്നു. അവൾ എന്നാ ചാടി ചാകാൻ പറയുന്നു. ഹീറോയും താഴോട്ട് ചാടുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഹീറോയ്ക്ക് ഒന്നും പറ്റുന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞ് ഹീറോ അവളോട്, ഇനിയും നിനക്ക് 6 months ഉണ്ടല്ലോ മാരേജിന്, അതുവരെയും എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നു. അവളും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇവര് ലൈഫ് സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ 6 months ടൈമും കഴിയുന്നു. ഹീറോ ആണെങ്കിൽ എന്നെ വിട്ട് പോകരുത് പ്ലീസ് എന്നൊക്കെ അവളോട് പറയുന്നു. അന്നേരം ഹീറോയോട് അവള് ചോദിക്കുന്നു, നിനക്ക് എന്നെ എത്ര ദിവസമായിട്ട് അറിയാമെന്ന്. അതിന് അവൻ പറയുന്നു, 6 months ആയിട്ട് നിന്നെ എനിക്ക് അറിയാമെന്ന്. അന്നേരം അവള് പറയുന്നു, എനിക്ക് നിന്നെ 12 years ആയിട്ട് അറിയാം, ഞാൻ ഈ 12 yearsഉം നിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് എന്തോരം ഫീലിങ്സ് ഉണ്ടെന്നോ നീ മനസ്സിലാക്കുക എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഫൈനൽ പാർട്ടിൽ കാണാം.